കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ്. ഈശോയുടെ നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷയായ ഈ അൾത്താരയിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധന മധ്യയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വലിയ ദുരന്തമുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി ദൈവപിതാവിൻ്റെ വലിയ കരുതലിന് വേണ്ടി നോക്കി പാർക്കുന്നത്. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ആരാധനയിലൂടെ നീളം നീ തന്നെ അച്ഛനിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരിയൻ ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തതാപൂർവം ദൈവസ്നേഹത്തോടെ പാലിക്കുവാനുള്ള അധിക അഭിഷേകം ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരിയൻ ഉടമ്പടിയിൽ വന്നുപോയിട്ടുള്ള എല്ലാ പാകപ്പിഴകളും പരിഹരിക്കുവാൻ അധിക ബലം ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി പോലെ ടൈം ഷോർട്ട് ചെയ്യണ ഒരു സംഭവം ലോകത്ത് ഇന്ന് വരെ ഇല്ല. ടൈം ഇങ്ങനെ തോറ്റ് ലാഗ് ചെയ്യുമ്പോൾ അർത്ഥം എന്താണ്? ആ ഉടമ്പടി ദൈവം അംഗീകരിച്ചിട്ടില്ലെന്നാണ്. എന്താണ് ഉടമ്പടിക്ക് പകരം എന്തോ ഉടായിപ്പാണ് ഇവൾ ചെയ്തിരിക്കണത്. പിന്നെ ഇവൾക്ക് ചില ആൾക്കാർ മൂന്നാമത് പുതുക്കിയാലേ പഠിക്കത്തുള്ളൂ. അതാണ് ഞാൻ നിങ്ങളോട് പറയണത്. അച്ഛൻ്റെ ടോക്ക് നിങ്ങൾ എപ്പോഴും കേട്ടോണ്ടിരിക്കണമെന്ന്. അച്ഛൻ്റെ ടോക്ക് കേൾക്കാതെ വരുമ്പോഴാണ് പതുക്കെ ഈ കാര്യം അറിയാതെ പ്രത്യക്ഷീണ പ്രാർത്ഥനയും ഉപ്പുതൂള്ളലുമായിട്ട് അവസാനിപ്പിക്കുന്നത്. ഒന്നും അറിയണില്ലല്ലോ, എങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കണമെന്ന് അറിയത്തില്ല. അത് 2 കാര്യങ്ങൾ ചെയ്യണം നിങ്ങൾ ഹോംവർക്കായിട്ട്. ഒന്ന്, ഉടമ്പടി ധ്യാനം കൂടണം എല്ലാ ചൊവ്വാഴ്ചയും, അത് ഷെയർ ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ സാക്ഷ്യങ്ങൾ കേൾക്കണം, അത് ഷെയർ ചെയ്യണം. ദൈവത്തിന് എപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ നമ്മൾ അക്കൗണ്ട് ലോസിൽ നിൽക്കരുത്. അക്കൗണ്ട് ക്ലിയർ ആയിരിക്കണം. അവിടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പരിപാടിയാണ് ഉടമ്പടി. ഇവൾ തോറ്റ് അവസാനം ഉടമ്പടിയെല്ലാം കറക്റ്റ് ചെയ്യാൻ തുടങ്ങി, ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങി, അനാഥാലയങ്ങളിൽ പോകാൻ തുടങ്ങി, കുർബാന മുടക്കാതിരിക്കാൻ തുടങ്ങി, കുടുംബ പ്രാർത്ഥന കറക്റ്റ് ചെയ്ത്, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്ത് എല്ലാം പിന്നീട് ഏത് അവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചത് എന്ന് ചോദിച്ചിട്ട് എന്താ ബൈബിൾ പറയണത്? നീ ആ അവസ്ഥയിലേക്ക് തിരിച്ചു വരണമെന്ന്. അതാണ് വിഷയം. ഉടമ്പടി തിരിച്ചു വരണം. ഇവിടെ തിരിച്ചു വന്നു, ദിവ്യ തിരിച്ചു വന്നപ്പോൾ എന്താ സംഭവിക്കണത്? തിരിച്ചു വന്നപ്പോൾ അവൾ ഉടമ്പടിയുടെ പ്രയോഗങ്ങളെല്ലാം പഠിച്ചു. അപ്പോൾ ഉടമ്പടിയുടെ ക്ലാസ്സിൽ, ഇവരുടെ ക്ലാസ്സിൽ പേന വരെ അവിടുന്ന് തരികയാണ്. നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് ഇവൾ ജീൻസിൻ്റെ പോക്കറ്റിൽ 2 തരി ഉപ്പെടുത്തിട്ട്, അപ്പോൾ ആളിപ്പോൾ വിശ്വാസത്തിലേക്കായി, ഉടമ്പടി വിശ്വാസ പ്രയോഗത്തിലേക്കായി. എന്നിട്ട് ഈ ഉടമ്പടി കാശിരം എടുത്തിട്ട് ബെൽറ്റിൻ്റെ ബക്കിൾസിൻ്റെ ഉള്ളിലാക്കി. അപ്പോൾ കണ്ട ബക്കിൾസ് എന്നേ പറയത്തുള്ളത്. എന്നിട്ട് പീരീഡ്സ് വരുമ്പോൾ പെൺപിള്ളേർ വയറ് പൊത്തത്തില്ല, വേദനിച്ച്, അതുപോലെ വയറും പൊത്തിയാണ് അകത്ത് കയറണം. അപ്പോൾ അവർ ഓർത്ത് ഇതിൻ്റെ എന്താ മറ്റ് വേദന വല്ലതും ആണെന്ന് വിചാരിച്ചുകൊണ്ട് അവർ പരിശോധിക്കാനൊന്നും നിന്നില്ല. സംഭവം പൊത്തിപ്പിടിച്ചിരിക്കുന്നത് എന്താണ്? മാതാവിൻ്റെ കാശുരൂപമാണ്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഏത് അവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചത് എന്ന് ഇനിയിപ്പോൾ മനസ്സിലായി. എന്താണ്?
അമ്മയല്ലാതെ ഇനി മേൽഗതി ഇല്ലെന്ന് മനസ്സിലായി. അത് അനുഭവങ്ങളിലൂടെയാണ്. ഉഴപ്പി പണി മേടിച്ച് പഠിച്ചതാണേ. ഇപ്പം അവൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അവസാന കാലങ്ങളിൽ എല്ലാ പാസ്പോർട്ടിൻ്റെ ഓരോ പേജിനും ഉടമ്പടിത്തൽ അവൾ തേക്കും. ദൈവത്തിനിപ്പോൾ ബോധ്യപ്പെട്ട് ഇത് കർത്താവിൻ്റെ കുഞ്ഞാണെന്നുള്ളത് ദൈവത്തിന് മനസ്സിലായി. കാര്യം എന്താണ്? അവൾ അത്രയ്ക്ക് താഴേക്ക് വന്നിട്ട് എൻ്റെ കഴിവല്ല കർത്താവേ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അപ്പോൾ റൈറ്റിങ്ങിൻ്റെ പരീക്ഷയ്ക്ക് ആണ് എപ്പോഴും പ്രശ്നം. റൈറ്റിങ്ങിൻ്റെ പരീക്ഷയ്ക്ക് ഇത്രയും കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതാൻ പോയിട്ട് അവൾ മാത്രം ജയിച്ചു. അതാണ്. അപ്പം നിലപാടിലേക്ക് വരുമ്പോൾ വിഷയം മാറും. ദൈവത്തെ, എൻ്റെ മക്കളെ എപ്പോഴും പ്രശ്നമേ, നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കണത്. ദൈവത്തെക്കുറിച്ച് ചിന്തിക്കണം. എന്നിട്ട് ഉടമ്പടി കറക്റ്റ് ചെയ്യണം. അപ്പം ഞാൻ ഈ ഉടമ്പടിയിലാണെന്ന് ദൈവത്തിന് തോന്നിയാൽ, അങ്ങനെ ദൈവത്തിന് ഒരു നിമിഷം തോന്നിയാൽ മതി നിങ്ങൾ ഉടമ്പടിയിലാണെന്ന്, അതിൻ്റെ റിസൾട്ട് ഉടനെ വരും. പിന്നെ എന്താ പറയണത്? പിന്നെ ആൾ ക്ലിയറായി ഉടമ്പടി മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്നാണ് പിന്നെ ഇൻ്റർവ്യൂ നടക്കുന്നത്. പെട്ടെന്ന് വിസയായി. ഇന്ന് ദിവ്യ കയറിപ്പോവുകയാണ് ജർമ്മനിയിലേക്ക് ഈ ഞായറാഴ്ച. അതെന്താ വ്യത്യാസം നോക്കിയേ? ആ പ്രോസസ്സിങ് കണ്ടില്ലേ? ഒരു GNM നേഴ്സ് എത്ര പെട്ടെന്നാണ് ആ ഒരു ഉടമ്പടി എന്ന ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെ തുടങ്ങി ഉടമ്പടിയിലൂടെ എങ്ങനെയാണ് ഒരു ജീവിതം മൊത്തം തിരിച്ചു പിടിക്കണത്. അപ്പം അമ്മയ്ക്ക് നീ എത്ര തകർന്ന് കിടക്കുകയാണെങ്കിലും നിന്നെ ഉയർത്താൻ അമ്മയ്ക്ക് പറ്റും. പക്ഷെ നീ എന്ത് ചെയ്യണം? നീ ആദ്യം ഉടമ്പടിയിൽ ആ ഉടമ്പടിക്ക് അനുയോജ്യമായിട്ടുള്ള ജീവിത രീതി കൈവരിച്ചിട്ട് ദൈവത്തിന് തോന്നണം നീ ഉടമ്പടിയിലാണെന്ന്. അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീതാവസ്ഥ കണ്ടാ, നോട്ട് ബൈ മെറിറ്റ്, എൻ്റെ കഴിവല്ല കർത്താവേ, ഇനി ഞാൻ രക്ഷപ്പെടുകയാണെങ്കിൽ അത് നിൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണ്. അത് പറയാനാണ് ഈ ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ, ഉടമ്പടി കാശുരൂപം, ഉടമ്പടി തൈല, ഉടമ്പടി ഉപ്പ് എല്ലാം പ്രയോഗിക്കുന്നത്. അവസാനത്തെ പിടിവള്ളി പോലെ അപ്പം ദൈവത്തിന് തൻ്റെ ദാസിയുടെ വിനീതാവസ്ഥയെ ദൈവം തെക്കൻ പാർത്തിട്ട് അവളെ ലിഫ്റ്റ് ചെയ്ത് വിടും. നീ എത്ര താഴ്ന്നു കിടന്നാലും നിന്നെ ഉയർത്താനുള്ള പോംവഴികളും പദ്ധതികളും ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ആ ബ്ലൂ പ്രിൻ്റ് വാങ്ങിക്കാൻ വേണ്ടി നീ ഉടമ്പടിയെ അർത്ഥവത്തായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഇന്നു മുതൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ പുതുക്കവും ദൈവ സ്വഭാവത്തിലേക്കുള്ള പുതുക്കമായി മാറാൻ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ആൻമരിയ. ഞങ്ങൾ കാനഡയിലാണ്, ലണ്ടൻ കാനഡയിലാണ്. എൻ്റെ ആദ്യത്തെ സാക്ഷി എന്ന് പറയുന്നത് കാനഡയിൽ ഞങ്ങൾക്ക് ഒരു ഭവനം വാങ്ങാൻ പറ്റിയതാണ്. അത് ആ സമയത്ത് ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു, എൻ്റെ അമ്മ ഉടമ്പടിയിലായിരുന്നു. ആദ്യമായിട്ട് ഉടമ്പടിയിലേക്ക് ഞാൻ വന്നത് എൻ്റെ അമ്മ വഴിയാണ്. 2019 മുതൽ കൃപാസനത്തെക്കുറിച്ച് എനിക്കറിയാം. പക്ഷേ ആ സമയത്തൊന്നും കൃപാസനത്തിലെ പ്രാർത്ഥനകളോട് എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ വായിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഇത് എന്ത് പ്രാർത്ഥനയാണ്, ഇതിൻ്റെ മീനിങ് എനിക്ക് ശരിക്കും മനസ്സിലാകുന്നില്ല. എനിക്കത് പ്രാർത്ഥിക്കാൻ എന്തോ ഒരു മടുപ്പ് തോന്നിയിരുന്നു. പക്ഷേ എൻ്റെ അമ്മ കാനഡയിൽ വന്നതോടുകൂടി അമ്മ സ്ഥിരം സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ അമ്മയുടെ കൂട്ടത്തിൽ ഞാനും സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഉടമ്പടി വസ്തുക്കളായിട്ടുള്ള ഉപ്പ്, തേന്, അതൊക്കെ അമ്മ ഞങ്ങൾക്ക് പലപ്പോഴായിട്ട് തന്നിട്ടുണ്ട്. എൻ്റെ മക്കൾക്കും പല പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് പല അവസരങ്ങളിലും. അപ്പം അമ്മയുടെ ഈ തീക്ഷ്ണത കണ്ട് എനിക്കും കൃപാസനത്തിലെ പ്രാർത്ഥനകളോട് കൂടുതൽ
പ്രാർത്ഥന ചെല്ലാനും പരിശുദ്ധ അമ്മയോട് വളരെ സ്നേഹവും തോന്നി തുടങ്ങിയിരുന്നു. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2025 ഞങ്ങൾക്കൊരു വീട് വാങ്ങണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള ഡൗൺ പേയ്മെൻറ്റ് നമ്മൾ റെഡിയാക്കിയിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത്, ഞങ്ങൾ ടൊറൻറ്റോയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം അവിടെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഡിറ്റാച്ച്ഡ് ഹൗസ്, അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഹൗസ് കിട്ടണമെങ്കിൽ ഭയങ്കര വിലയായിരുന്നു. അതായത് $1 മില്യൺ മുകളിൽ പോകും. അപ്പം ഞങ്ങൾ വിചാരിച്ചു, ഞങ്ങൾ 2 പേർക്കും നല്ല ജോലിയുണ്ട്, അപ്പം തൽക്കാലത്തേക്ക് ഇവിടെ റെൻറ്റ് ചെയ്യാം, പിന്നീട് 2025 ആകുമ്പോഴത്തേനും നോക്കാമെന്ന് വിചാരിച്ചാണ് ഇരുന്നത്. ആ സമയത്ത് അമ്മ പറഞ്ഞു, നിങ്ങൾ ഇത്രയും പൈസ കൊടുത്ത് റെൻറ്റ് കൊടുത്ത് താമസിക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്കൊരു വീട് വാങ്ങിച്ചുകൂടാ, നിങ്ങൾക്ക് പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് തരും എന്ന് ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അമ്മയോട് പറഞ്ഞു, അമ്മ ഈ അടുത്ത കാലത്ത് ഇങ്ങനെ നടക്കത്തില്ല, അമ്മ വെയിറ്റ് ചെയ്യ്, നമുക്കതിന് സമയമായിട്ടില്ലെന്നിങ്ങനെ പറഞ്ഞു. അപ്പം അമ്മ ഞങ്ങളോട് പറഞ്ഞു, അത് നിങ്ങളുടെ സമയത്തല്ല, പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് തരാനുള്ള സമയത്ത് അത് നിങ്ങൾക്ക് തന്നിരിക്കുമെന്ന് പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ അമ്മയോട് പറയുന്നുണ്ടെങ്കിലും നമ്മൾ എന്നും ജപമാല ചെല്ലുന്നുണ്ടായിരുന്നു, പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, വിശുദ്ധ കുർബാന പറ്റാവുന്നത്ര ദിവസങ്ങളിലെല്ലാം മുടക്കം കൂടാതെ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ലണ്ടൻ ഒണ്ടാരിയോ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളൊരു പരിപാടിക്ക് പോയപ്പോഴത്തേനും അവിടെ 2-3 ഒരു റിയൽട്ടറിൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് പോകാനിടയായി. അപ്പം ആ ചേച്ചി നമ്മുടെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവാണ്. അപ്പം അവിടെ ചെന്നപ്പോഴത്തേനും പുള്ളി പറഞ്ഞു, നമുക്ക് 2-3 വീടുകൾ കാണാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീട് കാണുമായിരുന്നു. അപ്പം ആ വീട്ടിൽ അതിലൊരു വീടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ആ വീട്ടിൽ കയറിയപ്പം എൻ്റെ അമ്മയുണ്ടായിരുന്നു. അമ്മയുടെ കയ്യിൽ ഉടമ്പടി കാശ് രൂപം ഉണ്ടായിരുന്നു, ഉപ്പുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പോയ പോക്കിന് ഞങ്ങൾ 3-4 വീടുകൾ കണ്ടിരുന്നു. പക്ഷേ ഈ വീട്ടിലെത്തിയപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിന് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് ഭയങ്കര പൈസയായിരുന്നു. ആ വീട് വാങ്ങാൻ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള പൈസയല്ലായിരുന്നു, വളരെ കൂടിയ വിലയായിരുന്നു. അപ്പം ഞങ്ങളത് ഡ്രോപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ അമ്മ പറഞ്ഞു, ഇത് പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ വിലയൊന്നും ഒരു പ്രശ്നമല്ല, പരിശുദ്ധ അമ്മ അത് തന്നിരിക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴത്തേനും ഞങ്ങളുടെ റിയൽട്ടറെ വിളിച്ച് പറയാണ്, ഇത് ബാങ്കിൻ്റെ കയ്യിലുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പം അവർ ലിസ്റ്റ് ചെയ്തിട്ടിരിക്കുന്ന പൈസ അവിടുത്തെ നോർമൽ റേറ്റിനേക്കാളും വളരെ കുറഞ്ഞ റേറ്റിലാണ് ഇട്ടിരിക്കുന്നത്. 7.19 ലിസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അത്രയും മുടക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഒരാളുടെ സാലറി വെച്ച് മോർട്ട്ഗേജ് അടയാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ വീട് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അത് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്നിട്ട് അതിലും കുറഞ്ഞ ഒരു റേറ്റ് ഇട്ടു. അപ്പം നമുക്കറിയാം ഇതെന്തായാലും ബാങ്ക് അക്സെപ്റ്റ് ചെയ്യാൻ പോകത്തില്ലാത്ത ഒരു ഓഫറാണ്. പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കറിയായിരുന്നു, പരിശുദ്ധ അമ്മ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീട് എൻ്റെ സ്വന്തമായി, നമ്മുടെ സ്വന്തമായി, പരിശുദ്ധ അമ്മ അത് ഏറ്റെടുത്തു എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം എൻ്റെ ഹസ്ബൻഡിന് ഒരു കോള് വരികയാണ്, ബാങ്ക് ഞങ്ങളുടെ ഓഫർ അക്സെപ്റ്റ് ചെയ്തു, നിങ്ങൾക്ക് ആ വീട് കിട്ടി. അതുപോലെ തന്നെ ഡൗൺ പേയ്മെൻറ്റിൻ്റെ പൈസ നമുക്ക് പെട്ടെന്ന് റെഡി ആവുകയാണ്. ഞങ്ങൾ സാധാരണ രീതിയിൽ 3 മാസം കൊണ്ടാണ് നമ്മൾ ഒരു പുതിയ വീട് ക്ലോസ് ചെയ്യേണ്ടത്. പക്ഷേ ഞങ്ങൾക്ക് 1 മാസം കൊണ്ട് ക്ലോസ് ചെയ്യേണ്ടി വന്നു. 1 മാസം കൊണ്ട് തന്നെ പൈസയും റെഡിയായി. ഞങ്ങൾക്ക് ഒരു ഡബിൾ ഗരാജ് ഡിറ്റാച്ച്ഡ് ഹൗസ് കാനഡയിൽ ദൈവം ഞങ്ങൾക്ക് തന്നു, പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസഹായം കൊണ്ട്. പിന്നെ ഇപ്പം ആ വീട്ടിൽ ഡോറിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ വീട്ടിലേക്ക് ആര് കയറിയാലും ഇറങ്ങിയാലും പരിശുദ്ധ അമ്മയാണ് ആദ്യമായി കാണുന്നത്. കാരണം പരിശുദ്ധ അമ്മേനെയാണ് അവിടെ മുമ്പിൽ തന്നെ പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്നത്. അതുപോലെ കൃപാസനത്തിലെ അമ്മയുടെ ഒരു ഫോട്ടോ ഞങ്ങളുടെ മെയിൻ ഹാളിലുണ്ട്. എല്ലാ റൂമിലും തന്നെ കൃപാസനത്തിലെ അമ്മയുടെ ഫോട്ടോ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യമായിട്ട് പറയുന്നത് എൻ്റെ ജോലിയാണ്. ഇതുപോലെ ഞാനും എൻ്റെ ഹസ്ബൻഡും ടൊറൻറ്റോയിൽ നിന്ന് ലണ്ടൻ ഒണ്ടാരിയോയിലേക്ക് മൂവ് ചെയ്തപ്പം ഞങ്ങളുടെ 2 പേരുടെയും നല്ല ജോലി ടൊറൻറ്റോയിലാണ്. ഞങ്ങൾക്ക് അവിടെ ഒരു ജോലിയില്ല. അപ്പം കയ്യിലൊരു ജോലി ഇല്ലാതെ എങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകുമെന്ന്
സ്വാഭാവികമായിട്ടും ചിന്തിക്കാം. പക്ഷേ ഞങ്ങൾക്കൊരു പേടിയും തോന്നിയില്ല. ഞങ്ങൾക്ക് തോന്നി എന്തായാലും പരിശുദ്ധ അമ്മ ഇത് തന്നതാണെങ്കിൽ നമുക്ക് അതിനുള്ള മാർഗവും കാണിച്ചു തരും. അപ്പോൾ ആ സമയത്ത് ഞാൻ മെറ്റേണിറ്റി ലീവിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് മൂവ് ചെയ്യാൻ വലിയ പാടുണ്ടായിരുന്നില്ല. പക്ഷേ അന്നേരം എൻ്റെ ഹസ്ബൻഡിന് നല്ല ജോലിയായിരുന്നു. അപ്പം ജോസിൻ എന്നാണ് പുള്ളിയുടെ പേര്. ജോസിന് എങ്ങനെ ജോലി കിട്ടും എന്നുള്ള ഒരു വറി ചെറുതായിട്ട് ജോസിനുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു പേടിക്കണ്ട, പരിശുദ്ധ അമ്മയുണ്ടല്ലോ കൂടെ എന്നിങ്ങനെ ചിന്തിക്കുമായിരുന്നു. അപ്പം ഒരു ദിവസം ഞങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ പഴയ കമ്പനിയിൽ ജോലി റിസൈൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ലിങ്ക്ഡിനിൽ ജോസിൻ്റെ പ്രൊഫൈൽ കണ്ട് ഒരു കമ്പനി ഇങ്ങോട്ട് വിളിക്കുകയാണ്, നിങ്ങൾക്ക് സെയിം ജോലിയാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ലണ്ടനിലേക്കെന്ന് ചോദിച്ചു. അങ്ങനെ ജോസിന് ആ ജോലി, ഞങ്ങൾ വീടിന് കീ കിട്ടിയ അന്ന് തന്നെ ജോസിന് പുതിയ കമ്പനിയിൽ ഉണ്ടായിരുന്ന സാലറിനേക്കാളും കൂടുതൽ സാലറിയിൽ പരിശുദ്ധ അമ്മ ജോസിനൊരു ജോലി കിട്ടി. അങ്ങനെ ഞങ്ങൾക്ക് ഓരോ ദിവസവും കടന്നു പോകാനുള്ള പൈസ അല്ലെങ്കിൽ നമ്മുടെ അവിടുത്തെ കാര്യങ്ങളെല്ലാം നടന്നു പോകാനുള്ള കാര്യങ്ങളെല്ലാം പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ചെയ്തു തന്നു. അപ്പം എൻ്റെ ജോലി ഞാൻ വിചാരിച്ചു ഇപ്പം കിട്ടും ജോലി, കാരണം എനിക്ക് ഓൾറെഡി അവിടെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, കാനഡയിൽ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പം അവിടെ ചെല്ലുമ്പോഴേ ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ചെല്ലുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ലോങ് ടേം കെയറിൽ പോലും ജോലി കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പം എനിക്ക് ലേബർ ആൻഡ് ഡെലിവറിയാണ് എൻ്റെ എക്സ്പീരിയൻസ്. അപ്പം ലേബർ ആൻഡ് ഡെലിവറിയിൽ ഉള്ള എല്ലാ ആപ്ലിക്കേഷനും റെസ്യൂമെ എല്ലാം ഞാൻ കൊടുത്തു. പക്ഷേ എങ്ങൊന്നും വിളി വരുന്നില്ല. തൊട്ടടുത്തുള്ള ഒരു വലിയ ഹോസ്പിറ്റലുണ്ട്, വിക്ടോറിയ ഹോസ്പിറ്റൽ, അവിടെയാണ് ലേബർ ആൻഡ് ഡെലിവറി ഉള്ളത്. അവിടെ കൊടുത്തു, ഒരു രക്ഷയില്ല. പിന്നെ അവസാനം വേറെ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. എമർജൻസി, പോസ്റ്റ് അനസ്തീഷ്യ കെയർ, അങ്ങനത്തെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റുകളിലെല്ലാത്തിലും ഞാൻ അപ്ലൈ ചെയ്തു. പക്ഷേ എങ്ങൊന്നും വിളി വരുന്നില്ല. അപ്പം എനിക്ക് ഒരു 3 ആഴ്ചത്തേക്ക് എൻ്റെ പഴയ ഹോസ്പിറ്റലിൽ 2 മണിക്കൂർ അകലെയായിട്ടുള്ള എൻ്റെ പഴയ ഹോസ്പിറ്റലിൽ 3 ആഴ്ച ഞാൻ പോയി ജോലി ചെയ്തു. പക്ഷെ ആ സമയത്തെല്ലാം ഭയങ്കര വിഷമമാണ്. കാരണം എനിക്ക് 3 വയസ്സും 1 വയസ്സുള്ള 2 പിള്ളേരുണ്ട്. അപ്പം അവരെ വിട്ടിട്ട് പോകുന്നത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ആ സമയത്തെല്ലാം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു, ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കെ എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ കിട്ടുകയാണ്. നമ്മുടെ വീടിനടുത്ത് ഒരു 40 മിനിറ്റ്സ് അകലെയുള്ള ഒരു ഹോസ്പിറ്റലിൽ നിന്ന് എമർജൻസിയിൽ. അപ്പം പോയ വഴിക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ മനസ്സിൽ ഭയങ്കര പ്രേരണ തോന്നുന്നുണ്ട്, നിൻ്റെ ലേബർ ആൻഡ് ഡെലിവറിയുടെ റെസ്യൂമിയും കൂടെ എടുക്ക്. അപ്പം അത് നിങ്ങൾ പോകുന്ന വഴിക്ക് വിക്ടോറിയ ഹോസ്പിറ്റലിൽ കൊടുക്കാനുള്ള ഒരു പ്രേരണ ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ പ്രിൻ്റർ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അപ്പുറത്തെ വീട്ടിൽ വിളിച്ചു ചോദിച്ചപ്പോഴത്തേനും അവിടെ ഒരു മലയാളിയുടെ ഫാമിലി ഉണ്ടായിരുന്നു, അവിടുത്തെ പ്രിൻ്റർ വർക്ക് ചെയ്യുന്നില്ല. അന്ന് അത് കൊടുക്കണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് തിരിച്ചു പോരാമെന്ന് വിചാരിച്ച് പോരുന്ന വഴിക്ക് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഓക്കെ, എൻ്റെ കമ്പനിയിൽ ഒരു മലയാളി സ്റ്റാഫുണ്ട്, നമുക്ക് അവനെക്കൊണ്ട് നിൻ്റെ റെസ്യൂമി എടുപ്പിക്കാമെന്ന് പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങോട്ട് പറയുകയാണ്. അപ്പം ഞങ്ങൾ അവിടെ പോയി. അവിടെ ചെന്നപ്പോഴത്തേനും മാതാവ് എന്നാ പറയുന്നത്, ആ വ്യക്തിനെ ഒരുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ റെസ്യൂമി എടുത്തു വെക്കാൻ വേണ്ടി. അപ്പം പുള്ളി എൻ്റെ റെസ്യൂമി എടുത്തു വെച്ചേക്കുവാണ്. റെസ്യൂമി കൊണ്ട് ഞങ്ങൾ എൻ്റെ ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന വിക്ടോറിയ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്നപ്പോഴത്തേനും ലേബർ ആൻഡ് ഡെലിവറി യൂഷ്വലി ഒരു ക്ലോസ്ഡ് യൂണിറ്റാണ്. നമുക്ക് അങ്ങനെ അകത്തേക്ക് കിടക്കാനോ പുറത്തേക്ക് ഇറങ്ങാനോ വെറുതെ പറ്റത്തില്ല. പക്ഷെ ഞാൻ അന്ന് അവിടെ ചെന്ന സമയത്ത് ആ ഡോർ എനിക്ക് വേണ്ടി ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ഞാൻ അകത്തേക്ക് കയറിയപ്പോഴത്തേനും ഒരു നേഴ്സ് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടുത്തെ മാനേജറിൻ്റെ റൂം എവിടെയാണ്, എനിക്ക് എൻ്റെ റെസ്യൂമി ഒന്ന് കൊടുക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇത് HR ത്രൂ അല്ലാതെ നിങ്ങളുടെ റെസ്യൂമി കൊടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നിങ്ങൾ ദയവായി തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ എന്നാൽ പോയേക്കാന്ന് വിചാരിച്ച് ഞാൻ 2 സ്റ്റെപ്പ് മുന്നോട്ട് നടന്നപ്പോഴത്തേനും എൻ്റെ മനസ്സിൽ തോന്നി വെയിറ്റ് എന്ന മനസ്സിൽ ഇങ്ങനെ തോന്നുവാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും വേറൊരു നേഴ്സ് ഇങ്ങോട്ട് വന്നു. അപ്പം ഞാൻ അവരോടും ചോദിച്ചു, മാനേജറിൻ്റെ റൂം എവിടെയാണ്? അപ്പോൾ പുള്ളിക്കാരത്തി ചൂണ്ടിക്കാണിച്ചു, മാനേജറിൻ്റെ റൂം അവിടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേനും ഡോറ് അടച്ച് കിടക്കുവാണ്. മാനേജറിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്, പക്ഷേ റൂം ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, പുള്ളിക്കാരത്തി എവിടെയെങ്കിലും മീറ്റിങ്ങിനോ എന്തിനെങ്കിലും പോയി കാണും, അപ്പോൾ ഇനി പോയേക്കാം
പക്ഷെ അന്നേരം എൻ്റെ മനസ്സിൽ തോന്നി വെയിറ്റ്. അപ്പം ഞാനൊരു 2 മിനിറ്റ് വീണ്ടും അവിടെ ഇരുന്നു, ആരെയും കണ്ടില്ല. പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി 2 സ്റ്റെപ്പ് നടന്നപ്പം ഒരു സ്ത്രീ എനിക്കെതിരെ വരുന്നു. അത് ഞാനിപ്പോഴും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി പറഞ്ഞു വിട്ട ഒരു വ്യക്തിയാണ്. ആ വ്യക്തി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, എന്നോട് ചോദിക്കുകയാണ്, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടുത്തെ മാനേജറിനെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു, ഐ ആം ദ മാനേജർ. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേനും ആ ബോർഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്ന റൂമിൻ്റെ അവിടെ എഴുതി വെച്ചിരിക്കുന്ന നെയിം ബോർഡിൽ ഇട്ടിരുന്ന പേരല്ല ആ വ്യക്തിയുടെ നെയിമായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം പുള്ളിക്കാരത്തി എനിക്ക് ക്ലാരിഫൈ ചെയ്ത് തരുവാണ്, ഞങ്ങൾ 3 മാനേജേഴ്സാണ് ഇവിടെ ഉള്ളത്, ഞാൻ അതിൽ ഒരു മാനേജറാണ്. നിനക്ക് എന്താണ് വേണ്ടത്, നിന്നെ എനിക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാം, ആ രീതിയിൽ ചോദിച്ചു. പുള്ളിക്കാരത്തി ഒരു ഇംഗ്ലീഷുകാരിയാണ്. ഒരു മലയാളിയായ എന്നോട് അത്രയും കൈൻഡായിട്ട് സംസാരിക്കണമെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടലാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അവരെന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നീ എന്നെ വിളിച്ചിട്ട് ഒരു കോർണറിലേക്ക് കൊണ്ടുപോയി, എന്നിട്ട് എന്നോട് പറഞ്ഞു, നിൻ്റെ റെസ്യൂമി എൻ്റെ ഇമെയിലിലേക്ക് അയക്കൂ എന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തിയുടെ ഇമെയിൽ എനിക്ക് തരുവാണ്. അപ്പം എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇപ്പം നമുക്കിവിടെ വേക്കൻസി ഒന്നുമില്ല. അവിടെ ആ സമയത്ത് ഹോസ്പിറ്റലിൽ ഒരു വലിയ ഫിനാൻഷ്യൽ ക്രൈസിസ് നടക്കുവാണ്. ഒരു എക്സ്റ്റേണൽ ആപ്ലിക്കൻറ്റിനെ പോലും ഇന്ന് വരെ, ഞാൻ 2005 ജൂണിൽ അവിടെ ജോയിൻ ചെയ്തു, അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു എക്സ്റ്റേണൽ ആപ്ലിക്കൻറ്റിനെ പോലും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ എടുത്തിട്ടില്ല, ലേബർ ആൻഡ് ഡെലിവറിയിൽ എടുത്തിട്ടില്ല. അപ്പം ആ സമയത്ത് പുള്ളിക്കാരത്തി എന്നോട് പറയുകയാണ്, ഇവിടെ ഒരു വേക്കൻസി വന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ വിളിക്കാം. പക്ഷേ ആ പുള്ളിക്കാരത്തി അത് എന്തിൻ്റെ ബേസിലാണ് എന്നോട് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ഹിസ് ഗ്രേസ്, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. 2 ദിവസത്തിനുള്ളിൽ HR-ൽ നിന്ന് എനിക്കൊരു ഇമെയിൽ വരികയാണ്, നിനക്ക് ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നിൻ്റെ റെസ്യൂമി അയക്ക്, ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെൻറ്റ് വെച്ച് നിൻ്റെ റെസ്യൂമി അയക്ക്, ഞങ്ങളൊരു ഇൻ്റർവ്യൂ കോള് തരാം എന്ന് പറഞ്ഞ് അവരെനിക്കൊരു ഇമെയിൽ അയച്ചു. ഞാൻ അന്നേരം ഈ മാനേജറിനൊക്കെ തിരിച്ച് ഇമെയിൽ അയച്ചു, എനിക്കിങ്ങനെ HR-ൽ നിന്നൊരു ഇൻ്റർവ്യൂ കോള് വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി എന്നോട് പറയാണ്, നിൻ്റെ റെസ്യൂമി ഡയറക്റ്റ് ഞാൻ HR-ലേക്ക് അയച്ചു. അത് തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി പോയി ആ വ്യക്തിയോട് പറഞ്ഞിട്ടാണ് അത് ചെയ്തതെന്നുള്ളത് ഞാൻ 100% വിശ്വസിക്കുന്നു. അത് സത്യവുമാണ്. അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും അവിടെ കിട്ടാൻ യാതൊരു സാധ്യതയില്ല. ഞങ്ങളുടെ പള്ളിയിലുള്ള വ്യക്തികൾ പറയും, നമ്മുടെ പള്ളി, ഞങ്ങളൊരു 110 ഇടവകകളുള്ള ഒരു പള്ളിയാണ് ഞങ്ങളുടെ അവിടുത്തെ സേക്രഡ് ഹാർട്ട് ക്നാനായി കാത്തലിക് ചർച്ച് എന്ന് പറയും. അപ്പം അവിടുത്തെ 2-3 പേര് എന്നോട് പറഞ്ഞു, ഞങ്ങൾ അറിഞ്ഞായിരുന്നു ഇവിടെ ഒരു മിടുക്കിയായിട്ടുള്ള ഒരു കുട്ടിക്ക് ഒരു നമ്മുടെ ലണ്ടനിൽ ജോലി കിട്ടി. ഒത്തിരി ആൾക്കാർ വളരെ നാളുകളായിട്ട് ഇവിടെ പരിശ്രമിക്കുന്നുണ്ട് ജോലി കിട്ടാൻ, പക്ഷേ കിട്ടുന്നില്ല. പക്ഷേ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു, ഉറച്ച് പറയുന്നു, അത് ഒരിക്കലും എൻ്റെ മിടുക്കല്ല, നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ഹിസ് ഗ്രേസ്. ഞാൻ പത്രങ്ങൾ ആ സമയത്തെല്ലാം വിതരണം ചെയ്തിട്ടുണ്ട്. ആദ്യമൊക്കെ എനിക്ക് പലപ്പോഴും നാണക്കേട് തോന്നിയിട്ടുണ്ടായിരുന്നു. പലരും എന്നെ കളിയാക്കിയിട്ടുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ ഇംഗ്ലീഷുകാർക്ക് കൊണ്ട് കൊടുക്കുന്നത്, അവരൊക്കെ എന്നെ വിചാരിക്കുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ആദ്യം ഞാൻ വിചാരിച്ചു, ശരിയാണ്, അവരൊക്കെ എന്ത് വിചാരിക്കും. പക്ഷേ പിന്നീട് ഞാൻ ചിന്തിച്ചു, ഞാൻ അവരെ ഒന്ന് നിൽക്കാവോ, ഒന്ന് വെയിറ്റ് ചെയ്യാവോ, ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ, ഇത് കൃപാസനത്തിലെ അമ്മയാണ്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് ഓരോരുത്തരോടും പറയുമ്പോഴത്തേനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത്, നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു ഹംബിൾനെസ് ഉണ്ടായിട്ട് പരിശുദ്ധ അമ്മ അവിടെ പ്രവർത്തിച്ച പോലെയാണ് എനിക്ക് ആ സമയത്തെല്ലാം തോന്നിയത്. അങ്ങനെ എനിക്ക് അവിടെ ജോലി കിട്ടി. ജോലിയുടെ ഇൻ്റർവ്യൂ ഒക്കെ 2 മണിക്കൂർ ഇൻ്റർവ്യൂ ആണ് പറഞ്ഞിരുന്നത്, 2 സ്റ്റെപ്പായിട്ട്. ആദ്യം HR-ൻ്റെ 1 മണിക്കൂർ ഇൻ്റർവ്യൂ, പിന്നെ അതിനുശേഷം മാനേജേഴ്സിൻ്റെ 1 മണിക്കൂർ ഇൻ്റർവ്യൂ. പക്ഷേ ഇതൊന്നും നടക്കാതെ എനിക്ക് 15 മിനിറ്റ് HR-ൻ്റെ ഇൻ്റർവ്യൂവും 3 ക്വസ്റ്റ്യൻ കൊണ്ട് മാനേജറിൻ്റെ ഇൻ്റർവ്യൂവും കഴിഞ്ഞു. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയാണ് ഇതെല്ലാം എനിക്ക് വേണ്ടി ചെയ്തതെന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നെ ത്രൂ ഔട്ട് എൻ്റെ വീട്ടിലും പിള്ളേരുടെ അസുഖത്തിൻ്റെ കേസിലെല്ലാം ഞങ്ങൾ ഉടമ്പടി, ഉപ്പ്, തേന്, അതുപോലെ തന്നെ അമ്മ ഞങ്ങളെ പലപ്പോഴും
ഉടമ്പടി തൈലം പൂശി ഞങ്ങളെ പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ പുറത്തേക്ക് പോകുമ്പോഴും ഇറങ്ങുമ്പോഴും ഞങ്ങൾ എവിടെ പോയാലും. പിന്നെ മൂന്നാമത്തെ സാക്ഷ്യമായിട്ട് എനിക്ക് 2 ആൺമക്കളാണുള്ളത്. 2 പേരും എൻ്റെ അമ്മയുടെ ഉടമ്പടി കുട്ടികളാണ്. രണ്ടാമത്തെ മോനുണ്ടായപ്പോഴത്തേനും അവന് 18 to 22 വീക്സ് അനാട്ടമി സ്കാൻ ചെയ്തിട്ടുണ്ട് 22 വീക്സിൽ. പക്ഷേ ആ സമയത്തെല്ലാം ഭയങ്കര നോർമലായിരുന്നു, അവന് ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ 28ാമത്തെ ആഴ്ചയിൽ ഒരു സ്കാൻ ചെയ്തപ്പോൾ അവൻ്റെ ബ്രെയിനിനകത്ത് ഒരു എക്സ്ട്രാ സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞു. അന്നേരത്തേക്കും ഞങ്ങൾക്ക് പേടിയായി, കൊച്ചിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് ഡിലേ ഉണ്ടാവുമോ, എന്താണ് പ്രശ്നം എന്ന് നമുക്ക് ഭയങ്കര ടെൻഷനായി. അപ്പം നമ്മൾ തീക്ഷ്ണമായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ കരഞ്ഞും പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ അമ്മ എൻ്റെ വയറിൽ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഡെയിലി, എൻ്റെ ഡെലിവറിയുടെ ഡേറ്റ് വരെ. ആ സമയത്ത് അവനുണ്ടായ സമയത്ത് പീഡിയാട്രിഷ്യൻ വന്ന് അവനെ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, അവൻ ഒരു കുഴപ്പമില്ല, അവൻ ടോട്ടലി ഫൈനാണ്, നിങ്ങളൊന്നും പേടിക്കണ്ട. ഇപ്പോൾ അവന് 2 വയസ്സായി, അവൻ എല്ലാ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് എല്ലാം അച്ചീവ് ചെയ്തു, അവന് ഒരു കുഴപ്പമില്ല, അവൻ ആരോഗ്യവാനായിട്ട് നടക്കുന്നു. കഴിഞ്ഞ ദിവസം കൊച്ചു വന്നിട്ടുണ്ടായിരുന്നു, പരിശുദ്ധ അമ്മേനെ കണ്ടു. ഇന്ന് വരാൻ സാധിച്ചില്ല. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം കൊടുക്കുകയാണ് ഞാൻ ചെയ്തത്. മെയിനായിട്ട് നാട്ടിൽ നിന്ന് അമ്മയും എൻ്റെ ഹസ്ബൻഡൊക്കെ നാട്ടിൽ വന്നപ്പോഴത്തേനും ഇവിടുന്ന് ഇംഗ്ലീഷ് പത്രവും മലയാളം പത്രമൊക്കെ വാങ്ങിച്ച് ഞാൻ പത്രം വിതരണം ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നാട്ടിലും പല സ്ഥലത്തും സാമ്പത്തിക സഹായം വേണ്ടവർക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആത്മീയ ജീവിതമായിട്ട് ഡെയിലി ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചു. ഉടമ്പടിയിലേക്ക് വന്നപ്പോഴത്തേനും ഓൺലൈൻ ഉടമ്പടിയാണ് ഞാൻ ആദ്യം ചെയ്തത്. ഇന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. പക്ഷേ ഉടമ്പടിയിലേക്ക് വന്നപ്പം എൻ്റെ ജീവിതത്തിലുണ്ടായ ആദ്യത്തെ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോയുടെ അഗാധമായിട്ടുള്ള ഒരു സ്നേഹം, ഈശോയെ അറിയാനും ഈശോയെ കൂടുതൽ സ്നേഹിക്കാനും ഈശോയുടെ സ്നേഹം അനുഭവിക്കാനും ഉള്ളൊരു കൃപയാണ്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ പ്രസൻസ് ഞങ്ങളുടെ ഇപ്പോഴും ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അത് ഉടമ്പടി തിരിയിൽ ഹാർട്ടിൻ്റെ ഷേപ്പ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മാതാവിൻ്റെ ഷേപ്പിൽ തിരി ഉരുകി വന്നപ്പോഴത്തേനും അങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ പലപ്പോഴും ഞങ്ങൾക്ക് മാതാവിൻ്റെ പ്രസൻസ് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്, ജോലിസ്ഥലത്തും എല്ലായിടത്തും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ അംഗസംഖ്യ കൂടിയപ്പോഴത്തേനും നമ്മുടെ 5 സീറ്ററായിട്ടുള്ള കാറ് നമുക്ക് പോരാ, നമുക്ക് അഡീഷണലായിട്ട് ഒരു കാറും കൂടെ വേണമായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചു, നമുക്ക് ഒരു 8 സീറ്ററായിട്ടുള്ള ഒരു കാറ് വേണം, അല്ലെങ്കിൽ കാർ സീറ്റ് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഫാമിലി എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എവിടെയെങ്കിലും പോകണമെങ്കിൽ ഭയങ്കര പാടായിരുന്നു. എനിക്ക് അതിനിടയ്ക്ക് ഭയങ്കര ഒരു നടുവേദനയും ഒക്കെ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ അമ്മ, ഞങ്ങളെവിടെ വണ്ടി നോക്കാൻ വേണ്ടി പോയാലും അമ്മ ഞങ്ങളുടെ കൂടെ വരുമായിരുന്നു ഉടമ്പടി കാശുരൂപമായിട്ട്. അങ്ങനെ ഒരു ദിവസം അമ്മ പറഞ്ഞു, നിങ്ങൾക്ക് പരിശുദ്ധി അമ്മ റെഡിയാക്കിയേക്കുന്നത് ഒരു സിൽവർ ഗ്രേ കളറിലുള്ള വണ്ടിയാണ് മക്കളെ, നിങ്ങൾക്ക് അത് തക്ക സമയത്ത് കിട്ടുമെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു ഒരു 2ാമത്തെ ദിവസം ഞങ്ങൾക്ക് സിൽവർ ഗ്രേ കളറുള്ള ഒരു 8 സീറ്റർ ഹോണ്ട ഒഡീസി ഞങ്ങൾക്ക് കിട്ടുവാണ് ഒരു കാറ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം കൊണ്ട് തന്നെയാണ്. ഈശോയ്ക്കും തിരുക്കുമാരനും കോടാനുകോടിനും നന്ദി.